സ്വർണ്ണക്കടത്ത് പ്രതികളുമായി മുതിർന്ന ലീഗ് നേതൃത്വത്തിന്റെ ബന്ധം നിയമസഭയിൽ പ്രതിരോധത്തിലായി യുഡിഎഫ് നേതാക്കൾ. വിവാദത്തിലായി എം.കെ. മുനീറിന്റെ അമാന എംബ്രേസ് പദ്ധതി നിയമസഭയിൽ ഉന്നയിച്ചു ഭരണപക്ഷം. മുനീറിന്റെ സ്വർണ്ണക്കടത്തുകാരുമായി കൈകോർക്കുന്ന വിവാദ പദ്ധതിയുടെ വാർത്ത കൈരളി ന്യൂസാണ് പുറത്തുകൊണ്ടുവന്നത്. മുതിർന്ന ലീഗ് നേതാവ് എം.കെ. മുനീർ കൊടുവള്ളി മണ്ഡലത്തിൽ നടപ്പിലാക്കിയ അമാന എംബ്രോസ് പദ്ധതിയിൽ സ്വർണ്ണക്കള്ളക്കടത്തുകാരുമായുള്ള ബന്ധം കൈരളി ന്യൂസാണ് തെളിവുകൾ സഹിതം പുറത്തുവിട്ടത്. ഇത് ഭരണപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചതോടെ ലീഗ് നേതൃത്വം വെട്ടിലായി. അടിയന്തര പ്രമേയത്തിനിടെ വി ജോയി എം.എൽ.എ. ആണ് വിഷയം സഭയിൽ ഉന്നയിച്ചത്. എം.കെ. മുനീറിന്റെ പുതിയ പദ്ധതിയിൽ സ്വർണ്ണക്കടത്തുകാർ ഉൾപ്പെട്ടത് ലീഗ് നേതൃത്വം അറിഞ്ഞിരുന്നോ എന്നാണ് വി ജോയിയുടെ ചോദ്യം. വിദേശത്ത് തൊഴിലും താമസവും വാഗ്ദാനം ചെയ്ത് ലീഗ് നേതാവ് എം.കെ. മുനീറിന്റെ നേതൃത്വത്തിൽ കൊടുവള്ളിയിൽ നടത്തുന്ന അമാന എംബ്രോയ്സ് പദ്ധതിയുടെ ഭരണസമിതിയിൽ സ്വർണ്ണക്കടത്ത് കേസ് പ്രതിയായ റഫീഖ് അമാന, കോഫെപോസെ പ്രകാരം തടവിലായിരുന്ന അബുലൈസ് തുടങ്ങിയ ആളുകൾ ഉള്ള ഒരു കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്വർണം നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടാൽ ഒരു പേടി തോന്നുമായിരിക്കാം, അല്ലെങ്കിൽ വിഷമം ഉണ്ടാക്കുമായിരിക്കും. നിങ്ങളുടെ തന്നെ നേതാവ് കാസർഗോഡ് ഒരു സ്വർണ്ണക്കട നടത്തി എന്തെല്ലാമാണ് ആളുകളെ തട്ടിക്കുകയും വെട്ടിക്കുകയും ചെയ്തത് എന്നതിനെ സംബന്ധിച്ച് താങ്കളൊന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മനസ്സിലാക്കി പറഞ്ഞാൽ നന്നായിരിക്കും. മറ്റു ഭരണപക്ഷ അംഗങ്ങളും വിഷയം ഏറ്റെടുത്തതോടെ ലീഗ് നേതാക്കളും യുഡിഎഫും പ്രതിരോധത്തിലായി. എന്നാൽ അമാന എംബ്രോസ് പദ്ധതിയിൽ അംഗമായ അബുലൈസിന് സ്വർണ്ണക്കടത്തുമായി ബന്ധമില്ലെന്നായിരുന്നു എം.കെ. മുനീറിന്റെ മറുപടി. ഒരു നിരപരാധി അദ്ദേഹത്തെ കോടതി വെറുതെ വിട്ടിട്ട് ആ പേരിവിടെ പറഞ്ഞുകൊണ്ട് വീണ്ടും അദ്ദേഹത്തെ കുറ്റവാളിയായി ആരോപിക്കുന്നുണ്ടെങ്കിൽ അത് ദുരുദ്ദേശപരമല്ലേ എന്നുള്ള ചോദ്യത്തിന് മറുപടി ബഹുമാനപ്പെട്ട അംഗത്തെ പോലെ പോകരുത്. ഇവരുടെ പേരിൽ ഒന്നും ഒരു FIR-ഉം പോലീസ് കേസും ഇല്ല സർ. പോലീസ് കേസും FIR-ഉം ഇല്ലാത്ത ആളുകളുടെ പേരിൽ എനിക്ക് MLA എന്നുള്ള നിലയ്ക്ക് ബന്ധപ്പെടാൻ പാടില്ല എന്ന് പറയുന്നത് എന്നാൽ എം.കെ. മുനീറിന്റെ വിശദീകരണം തന്നെ വസ്തുതാവിരുദ്ധമെന്ന് തെളിയിക്കുന്നതാണ് കൈരളി ന്യൂസ് തുടർച്ചയായി പുറത്തുവിട്ട വാർത്തകൾ. മാത്രമല്ല, പദ്ധതിയിൽ അംഗങ്ങളായ സ്വർണ്ണക്കടത്തിൽ പ്രതികളായ OK അബ്ദുൽ സലാം, റഫീഖ് അമാന എന്നിവരുടെ പേരുകൾ മുനീർ മറുപടിയിൽ പറഞ്ഞതുമില്ല. അതേസമയം ചർച്ചയിൽ പങ്കെടുത്ത മറ്റ് ലീഗ് നേതാക്കൾ മുനീറിന്റെ വിവാദ പദ്ധതി സംബന്ധിച്ച് ഒന്നും പറയാതെ ഒഴിഞ്ഞുമാറിയതും ശ്രദ്ധേയമാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. നിയമസഭയിലെ പ്രതിപക്ഷ കയ്യാങ്കളിയിൽ 4 MLA-മാർക്ക് താക്കീത്. പാർലമെന്ററി കാര്യമന്ത്രി M.B. രാജേഷ് കൊണ്ടുവന്ന പ്രമേയം നിയമസഭ പാസാക്കി. പ്രതിപക്ഷം എല്ലാ സീമകളും ലംഘിച്ചെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. നിയമസഭയിൽ കഴിഞ്ഞ ദിവസം അതിരുവിട്ട പ്രതിപക്ഷ അംഗങ്ങളെ താക്കീത് ചെയ്യണമെന്ന പ്രമേയം പാർലമെന്ററി കാര്യമന്ത്രി M.B. രാജേഷാണ് കൊണ്ടുവന്നത്. സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുന്നതിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട സഭാധ്യക്ഷനെതിരെ അധിക്ഷേപകരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും അദ്ദേഹത്തിന്റെ മുഖം മറയത്തക്ക വിധത്തിൽ വലിയ ബാനർ ഉയർത്തിപ്പിടിക്കുകയും ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും അത്തരം ചട്ടവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്തിരിയാതിരിക്കുകയും ചെയ്തത് കടുത്ത അച്ചടക്കരാഹിത്യവും പാർലമെന്ററി മര്യാദയുടെ ലംഘനവുമാണ്. പെരുമാറ്റച്ചട്ടത്തിലെ ചട്ടം 53F പ്രകാരം ശക്തമായി താക്കീത് ചെയ്യാൻ ഈ സഭ തീരുമാനിക്കുന്നു എന്ന പ്രമേയം ഞാൻ അവതരിപ്പിച്ചു. പക്ഷേ പ്രതിപക്ഷം പ്രമേയത്തെ എതിർത്തു. ഈ പ്രമേയത്തെ ഞങ്ങൾ അതിശക്തിയായി എതിർക്കുന്നു. എന്നാൽ പ്രമേയം പാസാക്കണമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ ആവശ്യപ്പെട്ടു. ഇന്നലെ കണ്ടത് എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടുള്ള നടപടിയാണ്. സാധാരണഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സഭ പെട്ടെന്ന് ഡയസിലേക്ക് തള്ളിക്കയറുന്ന ചില മെമ്പർമാരെയാണ് കണ്ടത്. അവരെക്കുറിച്ചാണ് പ്രമേയത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. അതുപോലുള്ള കാര്യങ്ങളെങ്കിലും തള്ളിപ്പറയാൻ ബഹുമാനായ പ്രതിപക്ഷ നേതാവിന് കഴിയാത്തത് ദൗർഭാഗ്യകരമായ കാര്യമാണ്. അത്തരം കാര്യങ്ങൾ ഇവിടെ അങ്ങ് സ്വീകരിച്ചത് തീർത്തും സഭാ നടപടിക്രമം അനുസരിച്ചുള്ളതാണ്. അതും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചോദ്യം ചെയ്യുന്നതായി കാണുകയുണ്ടായി. അത് ഔചിത്യമായില്ല എന്ന് തന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. അതുകൊണ്ട് ഈ പ്രമേയം ഇന്നത്തെ നിലയിൽ പാസാക്കേണ്ട ഒരു പ്രമേയം തന്നെയാണ്. സ്പീക്കറുടെ ഡയസിലേക്ക് ചാടിക്കടന്ന MLA-മാരായ IC ബാലകൃഷ്ണൻ, അൻവർ സാദത്ത്, സജി ജോസഫ്, മാത്യു കുഴൽനാടൻ എന്നിവരെയാണ് നിയമസഭ താക്കീത് ചെയ്തത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.